നിന്റെ ഹിതം എന്നിലേ, എൻ്റെ ഇഷ്ടം അരുതേ. എന്നും നിൻ മുൻപിൽ നിൽപ്പാ നിഷ്കളങ്കനാക്കണേ. എന്നും നിൻ മുൻപിൽ നിൽപ്പാ നിഷ്കളങ്കനാക്കണേ. എന്നും നിൻ മുൻപിൽ നിൽപ്പാ. വൈഷമ്യമേടുകളിൽ കയറി തളർന്നിടുമ്പോ, വൈഷമ്യമേടുകളിൽ കയറി തളർന്നിടുമ്പോ, കൈക്കു പിടിച്ചു കാൽകൾ വഴുതിട എന്നെ നടത്തേണമേ. കൈക്കു പിടിച്ചു എൻ കാൽകൾ വഴുതിടാതെന്നെ നടത്തേണമേ. നിന്റെ ഹിതം എന്നിലേ, എൻ്റെ ഇഷ്ടം അരുതേ. എന്നും നിൻ മുൻപിൽ നിൽപ്പാ നിഷ്കളങ്കനാക്കണേ. എന്നും നിൻ മുൻപിൽ നിൽപ്പാ നിഷ്കളങ്കനാക്കണേ. എന്നും നിൻ മുൻപിൽ നിൽപ്പാ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 24 മുതൽ 27 വാക്യങ്ങളെ ആസ്പദമാക്കി നമ്മുടെ അവസ്ഥകൾ അറിയുന്ന ദൈവം എന്നൊരു വിഷയമാണ് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ പരസ്യശുശ്രൂഷ കാലയളവിൽ അന്നത്തെ ഭരണാധികാരികൾക്ക് കരം കൊടുക്കേണ്ട ആവശ്യകത വന്നപ്പോൾ നടന്നൊരു സംഭവമാണ് ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു ശിഷ്യന്മാരുമായി കപ്പർനഹൂമിലെത്തിയപ്പോൾ കരം പിരിക്കുന്നവർ പത്രോസിനോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ദ്വിദ്രഹ്മപ്പണം കൊടുക്കുന്നില്ലയോ എന്ന്. ഉവ്വ് എന്ന് പത്രോസ് മറുപടി പറഞ്ഞു. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശിമോനെ, നിനക്ക് എന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോടാകുന്നു വാങ്ങുന്നത്? പുത്രന്മാരോടോ അന്യരോടോ എന്ന് ചോദിച്ചതിന് പത്രോസ് പറഞ്ഞു, അന്യരോടെന്ന്. യേശു പത്രോസിനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനെ എടുക്കുക. അതിൻ്റെ വായ തുറക്കുമ്പോൾ ഒരു ചതുരധർമ്മപ്പണം അത് എടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു. കരം വളരെ ചെറുതായിരുന്നു. ഒരു ദ്രഹ്മ എന്ന് പറഞ്ഞാൽ വളരെ വിലക്കുറവുള്ളതാണ്. നമ്മുടെ ഒരു ഇന്ത്യൻ രൂപയ്ക്ക് 3.5 ദ്രഹ്മപ്പണം കിട്ടും. അപ്പോൾ അതിൻ്റെ വില ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും പുരാതനമായ ഒരു വെള്ളി നാണയമായിരുന്നു ദ്രഹ്മ. 6-ാം നൂറ്റാണ്ട് മുതൽ ഇത് ഉപയോഗിച്ച് വരുന്ന ഗ്രീസിലെ ഒരു നാണയമാണ്. 1832 മുതൽ 1862 വരെ കിങ് ഓട്ടോയുടെ രൂപം പതിച്ച നാണയമായിരുന്നു ദ്രഹ്മ. അത് പിന്നീട് വിഭാഗിച്ച് 100 ലപ്ത ആക്കി മാറ്റി. പിന്നത്തേതിൽ 2002 ഇത് യൂറോപ്യൻ യൂണിയന് യൂറോ ആക്കി അംഗീകരിച്ചു. അറബ് പ്രദേശങ്ങൾ ഇതിൻ്റെ മറ്റൊരു നാമം ആക്കി മാറ്റി ദിർഹം ആക്കി അംഗീകരിച്ചു. ഞാൻ ഇത്രയും വിശദമായി പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഇത്ര നിസ്സാരമായൊരു തുകയായിരുന്നെങ്കിലും പത്രോസിനും യേശുവിനും കയ്യിലില്ലായിരുന്നു. ആ സമയത്താണ് യേശു പത്രോസിനോട് പറഞ്ഞത്. ഈ സംഭവം പ്രിയ ശ്രോതാക്കളെ, ദൈവം നമ്മെ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തുന്നതായിരിക്കട്ടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ പല അവസരങ്ങളിലും വിവിധ നിലയിലുള്ള ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇതുപോലുള്ള ഗതികൾ ആർക്കും ഉണ്ടായി കാണുകയില്ല. അഥവാ നമ്മുടെ അവസ്ഥകൾ അപ്രകാരമാകുന്നുവെങ്കിൽ നിങ്ങളുടെ അവസ്ഥ കണ്ട് മനസ്സിലാക്കി യേശു അത്ഭുതത്തിൻ്റെ വഴികളെ തുറക്കും. പത്രോസിൻ്റെ കീശയിൽ കാശില്ല എന്ന് പത്രോസ് യേശുവിനോട് പറഞ്ഞില്ല. എന്നാൽ അവൻ്റെ ഇല്ലായ്മയുടെ അവസ്ഥ മനസ്സിലാക്കിയ കർത്താവ് പത്രോസിന് വേണ്ടി പ്രവർത്തിച്ചു. ഈ പത്രോസാണ് യേശുവിൻ്റെ മരണശേഷം തിബിരിയാസ് കടലിൽ മീൻ പിടിക്കാൻ കൂട്ടുകാരുമൊത്ത് പോയത്. അവർക്ക് പ്രാതലൊരുക്കിയിട്ട് യേശു കരയിൽ നിന്നൊരു ചോദ്യം, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഇല്ല എന്നുള്ള മറുപടി ആയിരുന്നു. പടകിൻ്റെ വലത്ത് ഭാഗത്ത് വല വീശുവീൻ എന്ന് നിങ്ങൾക്ക് കിട്ടും. നിന്നോടൊപ്പം മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയല്ല എന്ന് പറഞ്ഞ് പത്രോസ് മറ്റൊരവസരത്തിൽ പറഞ്ഞ നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും എന്നൊക്കെ പറഞ്ഞ് പത്രോസിൻ്റെ ജീവിതഭാരമേറിയപ്പോൾ പഴയ പണിക്ക് പോയി.
ഇത് തിരിച്ചറിഞ്ഞ കർത്താവ് പ്രാതലൊക്കെ ഒരുക്കി അവർക്ക് കഴിക്കുവാൻ കൊടുത്തു. പ്രാതൽക്ക് ശേഷം യേശു ശിമോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് പറഞ്ഞു. യേശു 3 പ്രാവശ്യം ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ പത്രോസിന് ഏതോ പന്തികേട് തോന്നി. മറ്റാരോടും ഈ ചോദ്യം ചോദിക്കാതെ എന്നോട് മാത്രം എന്ത്? അപ്പോഴാണ് പത്രോസിന് ഓർമ്മ വന്നത്, കരം കൊടുക്കുന്ന വിഷയത്തിൽ യേശു അവസ്ഥ അറിഞ്ഞ് പ്രവർത്തിച്ച വിഷയം അന്ന് മറ്റാർക്കും വേണ്ടിയും കർത്താവ് ചെയ്തതുമില്ല, എനിക്ക് വേണ്ടി മാത്രമായിരുന്നു. എൻ്റെ കീശയിൽ കാശില്ലെന്ന് മനസ്സിലാക്കിയ കർത്താവിനോട് എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് പറയുന്നതിൽ എന്ത് യുക്തി? അപ്പോഴാണ് പത്രോസ് യേശുവിനോട് പറഞ്ഞത്, കർത്താവേ, നീ സകലം അറിയുന്നുവെന്ന്. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ അവസ്ഥകളെ കണ്ട് കർത്താവ് തക്ക സമയത്ത് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റി തന്നിട്ടില്ലേ? കർത്താവുമായി നാം എന്തെല്ലാം തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു കർത്താവിനോടുകൂടിയുള്ള യാത്രയാണോ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്? സ്നേഹവാനായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടത് കരുതി നിങ്ങളുടെ സമീപം വന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഉള്ള അവസ്ഥകളെ തുറന്ന് സമ്മതിക്കാം. അതല്ലെങ്കിൽ പത്രോസിനെ പോലെ കർത്താവിന് മുമ്പിൽ സമ്മതിക്കാം, യേശുവേ, എൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ നീ അറിയുന്നു. അവസ്ഥയെ അറിയിച്ചാൽ വ്യവസ്ഥ തെറ്റിക്കാതെ യേശു നിൻ്റെ അടുക്കൽ വന്ന് പുതിയ ദൗത്യം ഏൽപ്പിച്ച് പുത്തൻ ജീവിതം നൽകി അനുഗ്രഹിക്കും. ആയാൽ ഈ നല്ല കർത്താവിൽ പൂർണ്ണാശ്രയം വെച്ച് മുന്നോട്ട് പോകാൻ തോന്നും. സർവശക്തനായ കർത്താവ് എല്ലാ ശ്രോതാക്കൾക്കും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമായ കർത്താവ് നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് നിൽക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.